Hello all. So today's my topic is like money. കാശ് ജീവിതത്തിൽ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഉള്ളതെന്നാണ്. സോ ഞങ്ങളുടെ ഓഫീസിൽ എന്നും ഈ ഡിസ്കഷൻ ആവാറുണ്ട്. കാശാണോ സന്തോഷം തരുന്നത്, അല്ലെങ്കിൽ ലൈഫിലെ ഹാപ്പിനെസ് മാത്രം മതിയോ, കാശില്ലെങ്കിലും ഹാപ്പിനെസ് ഉണ്ടാവുമോ? ഇതൊക്കെയാണ് നമ്മുടെ ഒരു കൊളീഗ്സിന്റെ ഇടയിലുള്ള ഒരു ഡിസ്കഷൻ. സോ ഞാൻ ചിന്തിച്ച് അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കാശുണ്ടെങ്കിൽ ഒരു 90% ഓഫ് പ്രോബ്ലംസ് ഒക്കെ ലൈഫിൽ ഇല്ലാണ്ടാവും. നമുക്ക് കാശ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തതായിട്ട് നമുക്ക് ആരോഗ്യം, അല്ലെങ്കിൽ നമ്മൾക്ക് ഹെൽത്ത് വൈസ് ആണ് നമുക്ക് കാശ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തത്. ലൈക്ക് മാക്സിമം കാശ് ഉണ്ടെങ്കിൽ പോലും ജീവൻ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അല്ലാത്തത് മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിലും നല്ല ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ നല്ല ഓപ്പറേഷൻസ്, സർജറീസ്, എന്തെങ്കിലും ഒരു ഹെൽത്തിന്റെ ഇത് വന്നെങ്കിൽ കാശാണ് വേണ്ടിയത്. കാശ് നോക്കിയുള്ള ട്രീറ്റ്മെന്റിന് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് എവിടെയാണെങ്കിലും സൊസൈറ്റിയിൽ. സോ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് തൊട്ടേ ഞാൻ കണ്ടിട്ടുള്ളത് കാര്യം സ്നേഹം, ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും കാശ് ഉള്ളത് വെച്ച് നോക്കിയാണ് ബന്ധുക്കളുടെ സ്നേഹവും അടുപ്പവും ഒക്കെ ഉള്ളത്. നമുക്കൊരു കഷ്ടം, അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്ന സമയത്ത് ഈ പറയുന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ കുടുംബക്കാരോ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി എൻ്റെ ലൈഫിൽ നല്ല ബന്ധുക്കളുള്ളവരും ഉണ്ട്, നല്ല കുടുംബക്കാരുള്ളവരും ഉണ്ട്. ഞാൻ എല്ലാവരും ചീത്തയാന്നല്ല പറയുന്നത്, ബട്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് നോക്കിയാണ് മിക്കവരും ഒരു ക്ലോസ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലൈഫിൽ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഫിനാൻഷ്യലി ഏൺ ചെയ്ത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം ലൈഫിൽ. അതെങ്ങനെയും ലൈക്ക് ഒരു ചെറിയ ജോലിയാണെങ്കിലും ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും, ബോയ്സ്, ഗേൾസ് ഇൻക്ലൂഡിങ് എവ്രി വൺ, ജോലി ഉണ്ടാവണം. സോ ദാറ്റ് നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവും ജോലി ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ഏൺ ചെയ്ത് നമ്മൾ ജീവിക്കുന്നത്, നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ് ആക്ച്വലി. പിന്നെ ഫിനാൻഷ്യലി നമ്മൾ നല്ല ഒരു സ്റ്റേറ്റിലാണെങ്കിൽ ആരും നമ്മളോട് ഒരുപാട് കമൻട്രിക്കോ അല്ലെങ്കിൽ നമ്മളെ വെച്ച് ഒരുപാട് കമൻറ്റ് ചെയ്യാൻ അത്ര വലുതായിട്ട് പോകാറില്ല എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും. സോ ഒരിച്ചിരി ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് കുറവായിരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മളെ പലരും ഇഗ്നോർ ചെയ്തിട്ടുണ്ട്, അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അത് ആലോചിച്ച് ഞാൻ സങ്കടപ്പെടാറുമുണ്ട് അന്നും ഇന്നും. സോ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇന്ന് ഒരു ജോലി ഉള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഓർക്കാറുണ്ട്. ലൈക്ക് ഒരു ജോലി ഉള്ളത്, നമ്മൾ സെൽഫ് ഏർണിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലുള്ളതും എന്തോരം ലൈക്ക് ലൈഫിൽ എന്തോരം ചേഞ്ചസ് ഉണ്ട് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ജോലി ഇല്ലാത്തവരെയും ജോലി ഉള്ളവരെയും ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതി വേറെയാണ്. അതിപ്പോൾ കല്യാണം കഴിഞ്ഞായിരിക്കും കുറച്ചും കൂടെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. സോ ഐ തിങ്ക് എവ്രി വിമൻ അല്ലെങ്കിൽ എവ്രി ഗേൾ ഷുഡ് ഏൺ ആൻഡ് ഷുഡ് ഹാവ് ഹർ ഓൺ ഹോം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു താമസിക്കാനൊരു സ്ഥലം ഉണ്ടാവണം ഇന്നത്തെ കാലത്ത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ ദാറ്റ് ഇൻ ദ ഫ്യൂച്ചർ ഇഫ് ഹർ പാർട്ട്ണർ ഓർ ഇഫ് ഹർ ഫാമിലി ഈസ് നോട്ട് ലെറ്റിംഗ് ഹർ ഇൻ, അല്ലെങ്കിൽ എന്താ പറയുക, പാർട്ട്ണർ വിട്ടു, വീട്ടുകാർ കയറ്റുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലൊരു ബേർഡനായിട്ട് നിൽക്കുന്നതിൽ നല്ലത് നമ്മൾ ഏൺ ചെയ്ത് നമുക്ക്, അതിപ്പം കല്യാണം കഴിഞ്ഞവരാണെങ്കിലും കല്യാണം കഴിയാത്തവരാണെങ്കിലും, ഐ തിങ്ക് യു ഷുഡ് ഹാവ് യുവർ ഓൺ സ്പേസ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. നമുക്കിതൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് യു ഷുഡ് ഏൺ so that you should not depend on anyone for എന്താ പറയുക, ഫോർ യുവർ ആരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു കാര്യത്തിലും. സെൽഫ് എഫിഷ്യൻ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും ഇല്ലാണ്ടാവും ലൈഫിൽ. എന്തോരം പ്രശ്നം വന്നാലും നേരിടാനുള്ള ഒരു ഗട്ട്സ് വേണമെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. സോ ഐ തിങ്ക് എല്ലാവരും ഏൺ ചെയ്യണം,
മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഓൺലി നമുക്ക് തിരിച്ചെടുക്കാനാവാത്ത ജീവനോ അല്ലെങ്കിൽ അങ്ങനത്തെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കി 90% ഓഫ് കാര്യങ്ങൾ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാശുണ്ടെങ്കിൽ മാക്സിമം ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ലെറ്റ് മീ നോ യുവർ thoughts and views about money. So that's all for today. Bye bye.